بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാന്യനായ ഉദ്ഘാടകൻ, പ്രിയങ്കരനായ സഹപ്രവർത്തകൻ, ബഹുമാന്യനായ ശിഹാബ് ഉദ്ഘാടകൻ, പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, കാലത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിൽ ഇതര ജീവവർഗങ്ങളെ അപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള ആയുസ്, അത് ഫലപ്രദമായി ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി അല്ലാഹു നമ്മെ തിരഞ്ഞെടുക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം മറന്നുകൊണ്ടാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട്. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ, അവനെ നാം അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നു സൂറത്ത് ഖിയാമയിൽ. 75-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അവരെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹു അവനെ സൃഷ്ടിച്ചതിന് പരമമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുക വഴി ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്? ആ കാര്യത്തിൽ നിന്ന് മനുഷ്യർ വ്യതിചലിച്ചപ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുന്നു. ഖുർആനിലെ 51-ാം അധ്യായം സൂറത്ത് അദ്ദാരിയാത്തിലെ 55-56 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. മനുഷ്യവർഗത്തെയും പ്രബലമായ ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ ആരാധിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. അവരിൽ നിന്ന് ഉപജീവനമാവട്ടെ ഭക്ഷണമാവട്ടെ ഒരിക്കലും നാം പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് മനുഷ്യനെ അയക്കുന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു വിളിക്കാൻ പ്രബോധക സംഘങ്ങളുടെ ബാധ്യത അതാണ്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടാവിലേക്ക് മനുഷ്യരെ തിരിച്ചു വിളിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ കാതലായ വശവും ലക്ഷ്യവും എന്ന തിരിച്ചറിവ്. കാലാകാലങ്ങളായി ലോകത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തെ മൊത്തമായി അവലംബിച്ച് അവലോകനം ചെയ്ത് ചരിത്ര വസ്തുതകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളുടെ മുമ്പിൽ ചരിത്രം കോറിയിട്ട് തരുന്ന യാഥാർത്ഥ്യം പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിലേക്ക് മനുഷ്യരെ വിളിക്കാൻ വന്നിട്ടുള്ള പ്രവാചകന്മാരാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർ തെറ്റിപ്പോവുകയും ഏതൊരു ലക്ഷ്യവുമായി മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അരക്കെട്ടുറപ്പിച്ച് പറഞ്ഞുവോ ആ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യര് തെറ്റിയപ്പോ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. കൊലപാതകമുണ്ടായാൽ സമൂഹത്തിലെ ധാർമ്മിക രംഗത്ത് അപച്യുതികൾ സംഭവിച്ചാൽ ആ അപച്യുതികളെ നന്നാക്കുക എന്ന പരമമായ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്മാരെ അയച്ചിട്ടില്ല അള്ളാഹു. അതാണൊരു സത്യം. ഞാൻ പറയുന്ന വാചകത്തെ ആരും തെറ്റിദ്ധരിക്കുകയോ തെറ്റി മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതില്ല. ബാക്കി ഭാഗവും കൂടെ കേട്ടാ മതി. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ നമസ്കരിക്കുന്നവർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് സമൂഹത്തിൽ വന്നപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാമിനെ അയക്കുന്നത്. വദ്ദം വലാ സുവാ എന്ന ചാപ്റ്ററിലൂടെ മഹാനായ ബുഖാരി ഇമാം തന്റെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിലെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു വാചകം, ആദം അലൈഹിസ്സലാമിന്റെയും നൂഹ് നബിയുടെയും ഇടയിലെ 10 തലമുറ, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച 10 തലമുറ, വിശ്വാസരംഗങ്ങളിൽ, ആചാരരംഗങ്ങളിൽ, കർമ്മരംഗങ്ങളിൽ, കൗടംബിക രംഗങ്ങളിൽ, അതുപോലെ രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, വൈയക്തിക, വൈദേശിക, ദാമ്പത്യ, സാമ്പത്തിക മേഖലകളിൽ മനുഷ്യർക്ക് മാർഗദർശനം നൽകൽ തന്നെയാണ് പ്രവാചകന്മാരുടെ താത്വികമായ ലക്ഷ്യമെന്നതിൽ നമുക്കാർക്കും സംശയമില്ല. ആദം അലൈഹിസ്സലാമിന്റെയും നൂഹ് അലൈഹിസ്സലാമിന്റെയും ഇടയിലെ 10 തലമുറ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, റൂട്ട് തെറ്റാതെ, നേർരേഖയിലൂടെ, തൗഹീദിന്റെ എക്സ്പ്രസ് ഹൈവേയിലൂടെ വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റാതെ നേർരേഖയിൽ സഞ്ചരിക്കുകയുണ്ടായി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യും.
അള്ളാഹു നൂഹ് നബി അയക്കാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ലോക ചരിത്രത്തിൽ വിഗ്രഹാരാധനയുടെ തുടക്കം ഇന്ത്യയിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആദം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ വൈദികാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളോട് ഈ മഹാപ്രപഞ്ചത്തിന്റെ അളവറ്റ ദയാനിധിയായ കാരുണ്യവാനായ പ്രപഞ്ചത്തിന്റെ സിട്ടാവ് തമ്പുരാൻ ഈ വസ്തുത പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 30-ാമത്തെ വചനം ഇതാ ഇങ്ങനെ: ഭൂമുഖത്തേക്കൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. ഭൂമിയിലേക്കൊരു ഖലീഫ. ആ ഖലീഫയെ നിയോഗിക്കുന്നത് ഭൂമുഖത്തേക്കാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരയക്കുന്നത് ഭൂമുഖത്തേക്കാണ്. ഭൂമിയിലൂടെ ശാന്തമായി നടന്നു പോകുന്നവർ മലക്കുകളായിരുന്നുവെങ്കിൽ നാം മലക്കുകളെ ദൂതന്മാരായി നിയോഗിക്കുമായിരുന്നു എന്ന് ലോകസിട്ടാവ് ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഭൂമുഖത്ത് മനുഷ്യവാസമായതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ. എന്റെ സ്വർഗലോകത്ത് നിന്ന് ആദമേ, ഹവ്വാ ബീവിയെ, ഇബ്ലീസിനെ എല്ലാം അല്ലാഹു പുറത്തേക്ക് പറഞ്ഞേ. ആദം അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവിയോടും പറഞ്ഞു, എന്നിൽ നിന്നുള്ള മാർഗദർശനം. കണ്ടോ, ഇവിടെ അടിവരയിടേണ്ട ഒരു വാക്കുണ്ട്. ഇത് വാശിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ല, വൈരത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളല്ല. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ ലോകാടിസ്ഥാനത്തിലുള്ള മാനവകുലത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ, ഇഷ്കിന്റെ മേഖലയിൽ നിന്നുകൊണ്ടാണ് വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തിരിച്ചു ദൈവത്തിന്റെ ആലയത്തിലേക്ക് ക്ഷണിക്കാൻ ഈസാ അലൈഹിസ്സലാമിനെ നിയോഗിച്ച കരുണാമയനായ റബ്ബ് ഒടുവിലത്തെ പ്രവാചകനായ, അന്തിമദൂതനായ, ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു, സ്വർഗ്ഗലോകത്ത് നിങ്ങൾ പുറത്തു പോകണം. എന്നിട്ടോ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. അടിവരയിടണം, എന്നിൽ നിന്ന്. അപ്പൊ അള്ളാഹുവിങ്കൽ നിന്ന് ഉറപ്പ് വരുത്തണം. വിശ്വസിക്കുന്ന വിശ്വാസം പടച്ചോന്റെ ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട് പ്രവാചക വചനങ്ങളിലൂടെ സ്ഥായീകരിക്കപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം. മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ ആർ അതിനെ പിന്തുടരുന്നുവോ അവന്റെ നാട് പ്രശ്നമല്ല, അവന്റെ ലോകം പ്രശ്നമല്ല, അവന്റെ ഭാഷ പ്രശ്നമല്ല, അവൻ ജനിച്ച ഗോത്രം ഒരു ചർച്ചയല്ല. മറിച്ച് എന്താണ്? അള്ളാഹുവിങ്കൽ നിന്ന് എന്ന് ഉറപ്പുള്ള മാർഗദർശനം. അതിനെ ആർ പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല. ആയത്തിന് നേരെ വിപരീതമായ ഒരു അർത്ഥവും കൂടിയുണ്ട്. അതെന്താ? ആർ എന്നിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ ഫോളോ ചെയ്യുന്നുണ്ടോ അവൻ ദുഃഖിക്കേണ്ടി വരും, അവൻ ഭയപ്പെടേണ്ടി വരും. അതാണ്. അപ്പൊ സ്വീകരിക്കുന്ന വിശ്വാസം പടച്ചോൻ സീല് വെച്ചതാണോ, അല്ല പഠിപ്പിച്ചതാണോ? എന്താ മാർഗദർശനം, എന്താ മാനദണ്ഡം? ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വേങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലം മെനയാന്ന് 28-ാം തീയതി ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി. വളരെ ലളിതമായ തെളിവ്, എന്നാൽ വളരെ ശ്രദ്ധേയമായ തെളിവ്. തൗഹീദുമായി ബന്ധപ്പെട്ട കാതലായ വിഷയത്തിലാണ് അവിടെ മുഖാമുഖം നടന്നിട്ടുള്ളത്. ആ മുഖാമുഖത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് വിയോജിപ്പുള്ള സമസ്തയിലെ ആളുകൾ വളരെ പ്ലെയനോടെ, വളരെ പഠിച്ചിട്ട്, അവരുടെ വിശ്വാസങ്ങൾ ശരിക്ക് പഠിച്ചിട്ട്, അവരുടെ വാദമുഖങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് അവരാ സംവാദ മുഖാമുഖ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ അത്ഭുതത്തോടുകൂടി ശ്രദ്ധിക്കുകയായിരുന്നു അവരുടെ 9 മണിവരെയുള്ള നീണ്ട സംവാദം. ആശ്ചര്യകരമായ, കൗതുകകരമായ ഒരു വസ്തുത എന്താണെന്നറിയോ? ഇസ്ലാമിക ലോകത്തിന്റെ 1-ാമത്തെ പ്രമാണം ഖുർആനാണ്. 2-ാമത്തെ പ്രമാണം സംഭവബഹുലമായ പ്രവാചക തിരുമേനിയുടെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിലെ തിരുചര്യ എന്ന് പറയുന്ന സുന്നത്ത്